إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നാം തൊട്ടു മുന്നിലെത്തി നിൽക്കുകയാണ്. അള്ളാഹു ആയുസ് അനുവദിക്കുകയാണെങ്കിൽ ഒരു മാസക്കാലം വ്രതവിശുദ്ധിയുടെ, രാത്രി നമസ്കാരങ്ങളുടെ, ഖുർആൻ പാരായണങ്ങളുടെ ദിനരാത്രങ്ങളാണ് വരാനിരിക്കുന്നത്. എന്തുകൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച്, റമദാൻ കൊണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പുണ്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ഖുത്ബകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, റമദാനിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഗൗരവപൂർവ്വം മാറ്റി നിർത്തേണ്ട ചില സംഗതികളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 10 കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ട്രെൻഡുകൾ, മാമൂലുകൾ, നാട്ടാചാരങ്ങൾ, ഇതിന്റെ ഒപ്പം ഒഴുകുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ദീനിനെ ബാധിക്കും, നമ്മുടെ നോമ്പിനെ ബാധിക്കും, നമ്മുടെ ഇബാദത്തുകളെ ബാധിക്കും, അത് അതിന്റെ പരലോകത്ത് സ്വീകാര്യതയെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവത്തോടുകൂടി പറയേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിലേറ്റവും ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നോമ്പിന്റെ ഫലത്തെ നഷ്ടപ്പെടുത്തുന്ന വ്യർത്ഥമായ, അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ അത്ശി വൽ ജൂ. എത്ര നോമ്പുകാരാണ്, അവർക്ക് അവരുടെ നോമ്പ് കണ്ട് കിട്ടുന്നത് വിശപ്പും ദാഹവും മാത്രമായിരിക്കും. ഒരു പകൽ പട്ടിണി കടന്നു എന്നതല്ലാതെ നോമ്പ് കൊണ്ട് കിട്ടേണ്ട ഒരു പുണ്യവും ലഭിക്കാതെ കടന്നു പോകുന്ന ആളുകളുണ്ട് എന്നാണ് നബി പഠിപ്പിക്കുന്നത്. അതായത് സൗം എന്നതിന് ഇംസാഖ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പിടിച്ചു നിൽക്കലാണ്. അത് വിശപ്പിനെ മാത്രമല്ല, ദാഹത്തിനെ മാത്രമല്ല പിടിച്ചു നിർത്തേണ്ടത്. നമ്മുടെ നാവിനെ പിടിച്ചു നിർത്തണം, നമ്മുടെ കണ്ണിനെ പിടിച്ചു നിർത്തണം, നമ്മുടെ ചെവിയെ പിടിച്ചു നിർത്തണം, നമ്മുടെ ദേഹേച്ഛകൾക്ക് ചങ്ങലക്കെട്ടുകളിട്ട് ബന്ധിച്ചു നിർത്തണം. ദേഷ്യം നുരഞ്ഞു പൊങ്ങുമ്പോ മനസ്സിനെ സമാധാനിപ്പിക്കണം. പറയാൻ പാടില്ലാത്ത വാക്കുകൾ നാവിൻ തുമ്പത്ത് വരുമ്പോ പ്രവാചകൻ പറഞ്ഞത് ഖുൽ ഇന്നി സ്വാഇമുൻ,
നിന്നോട് ആരെങ്കിലും ശണ്ട കൂടാൻ വന്നാൽ നീ എന്താ പറയേണ്ടത്? ഇങ്ങോട്ട് പറയുന്നതിന്റെ ഇരട്ടി അങ്ങോട്ട് പറയണോ? ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം അങ്ങോട്ട് പ്രയോഗിക്കണോ? അല്ല, ഇന്നി സായിമുൻ, എനിക്ക് നോമ്പാണ്, ഇന്നി സായിമുൻ, എനിക്ക് നോമ്പാണെന്ന് പറയുന്നവനാണ് യഥാർത്ഥ സായിം, യഥാർത്ഥ നോമ്പുകാരൻ. റുബ്ബ ഖായിമിൻ, എത്ര എത്ര രാത്രി നമസ്കാരക്കാരാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർക്ക് അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് കുറെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ ഒരു കൂലിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരൊഴുക്കിനനുസരിച്ച് പകലിൽ നോമ്പെടുത്ത് രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ച് ഫറദ് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റവാത്തിബുകൾ നമസ്കരിച്ച് കടന്നു പോകുമ്പോ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് പിടിച്ചു നിർത്തേണ്ടതുണ്ട്. നോമ്പ് തഖ്വയുടെ മാസമാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. നോമ്പ് ഈമാനിന്റെ മാസമാണ്, നോമ്പ് ഭക്തിയുടെ മാസമാണ്, നോമ്പ് ആരാധനകളുടെ മാസമാണ്, നോമ്പ് ശാന്തതയുടെ മാസമാണ്, നോമ്പ് വിശാല ഹൃദയത്തിന്റെ മാസമാണ്. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുന്ന ഒരാൾ മോശമായ ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ ആവശ്യമേ അല്ല. നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് അള്ളാന്റെ ഖജനാവിന് കുറെ ലാഭം ഉണ്ടാകാൻ പോണില്ല. ലോകത്തെ 150 കോടിയോളം ജനങ്ങൾ പകലിൽ പട്ടിണി കിടന്നതുകൊണ്ട്, വിശപ്പ് സഹിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് വല്ല ലാഭമുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജിന്നുകളും ഒരു ഭൂപ്രദേശത്ത് ഒരുമിച്ച് കൂടുകയും അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുകയും അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും അള്ളാഹു നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ കടലിലെ ജലപ്പരപ്പിൽ നിന്ന് സൂചിയുടെ തുമ്പത്തെടുക്കാവുന്ന ഒരിറ്റു വെള്ളമുണ്ടല്ലോ, അത്രമാത്രമാണ് അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് കുറയുക. അള്ളാന്റെ കയ്യിലുള്ള അള്ളാഹുവിന്റെ ഖജനാവിലുള്ളതും ജിന്നു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചുപോയവരും ജനിക്കാൻ പോകുന്നവരുമായ മുഴുവൻ ആളുകളുടെയും ആഗ്രഹം സഫലീകരിച്ചാൽ അത്രേ പടച്ചുള്ളൂ. അതുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഉപകാരത്തിൽപ്പെടുക എന്ന് നമ്മുടെ ആവശ്യമാണ്. ദാഹം സഹിക്കുന്നത്, മലിനജലം കാണുമ്പോൾ പോലും മനസ്സിന്റെ ഉള്ളിൽ കുളിരുകോരുന്ന ദാഹം സഹിക്കുന്നത്, അത് ഉപകാരത്തിൽ വരിക, അതിന് പ്രതിഫലം ലഭിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ നാവിലെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക, അനാവശ്യമായ വസ്വാസുകൾ ഒഴിവാക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. അനാവശ്യമായ വസ്വാസുകളാണ് ആളുകൾക്ക്. നമ്മളെപ്പോഴും പറയാറുണ്ട്, സുബഹ് ബാങ്ക് 2 മിനിറ്റ് നേരത്തെ കൊടുക്കും, മഗ്രിബ് ബാങ്ക് 2 മിനിറ്റ് വൈകിപ്പിച്ചു കൊടുക്കും. ഇതൊന്നും ദീനല്ല, ഇതൊന്നും ഭക്തിയല്ല. ഭക്തി എന്താണ്? ഏറ്റവും വലിയ തഖ്വ എന്താണ്? പ്രവാചകൻ സ്വന്തത്തെ പരിചയപ്പെടുത്തി, അനാ അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും അധികം തഖ്വയുള്ളവൻ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ പേടിയുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ പടച്ചോനെ പേടി പാടില്ല. അത് ബിദ്അയാണ്, തെറ്റാണ്, കുറ്റമാണ്, ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ തഖ്വ പാടില്ല. ആരാധനകൾ പ്രവാചകൻ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ആളുകളോട് ദേഷ്യപ്പെട്ട പ്രവാചകൻ പറഞ്ഞത്, അനാ അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി. നബി പറഞ്ഞത്, സൂര്യാസ്തമയത്തിന്റെ സമയം എപ്പോഴാണോ അപ്പൊ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുന്നതിനെ പിന്തിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിന് വിരുദ്ധമായ രീതി. അതുകൊണ്ട് 2 മിനിറ്റ് വൈകിപ്പിച്ച് ബാങ്ക് കൊടുക്കുക എന്ന വസ്വാസ് തെറ്റാണ്, തിന്മയാണ്. 2 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിക്കുക എന്ന സുബഹ് ബാങ്കിന്റെ രീതി തിന്മയാണ്, പ്രവാചകചര്യക്ക് വിരുദ്ധമാണ്. അനാവശ്യമായ അത്തരം ചിന്തകൾ വരാതിരിക്കണം. ചില ആളുകൾ നോമ്പ് കാലത്താണ് വെറുതെ ഇങ്ങനെ തുപ്പി നടക്കുന്നത്, വെറുതെ ഇങ്ങനെ തുപ്പും. ഒരു സാധാരണ മനുഷ്യന്റെ ലൈഫാണ് നോമ്പ്. ഒരു സാധാരണ മനുഷ്യന്റെ നമ്മളിങ്ങനെ തുപ്പാറുണ്ട്. ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ അത്തരം വസ്വാസുകൾ വേണ്ടെന്നാ പറഞ്ഞത്. ഉച്ചക്കേശം പല്ലേക്കാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ മതം പഠിപ്പിച്ചിട്ടില്ല. ലഖലൂഫു ഫമി സ്വായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്, അല്ലാഹുവിന്റെ അടുക്കൽ
ഒരു നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന മണത്തിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്നത് ഹദീസാണ്. പക്ഷെ ആ ഹദീസിൽ പല്ലേക്കാൻ പാടില്ല എന്നില്ല. ദന്തശുദ്ധീകരണം ഇസ്ലാം എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ച, എല്ലാ സമയത്തും പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ്. മുങ്ങിക്കുളിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തലയിലൂടെ വെള്ളമൊഴിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ചെയ്തതാണ്. മുങ്ങിക്കുളിച്ചത് കൊണ്ടോ തലയിൽ വെള്ളമൊഴിച്ചത് കൊണ്ടോ നോമ്പ് മുറിയില്ല. രക്തം പരിശോധനയ്ക്കെടുത്തത് കൊണ്ട് നോമ്പ് മുറിയില്ല. ആധുനിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കണ്ണിൽ മരുന്നെറ്റിച്ചാലും ചെവിയിൽ മരുന്നെറ്റിച്ചാലും നോമ്പ് മുറിയില്ല. മൂക്കിലൊറ്റിക്കാൻ പാടില്ല. അതൊക്കെ നോമ്പുകാരന് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതല്ലാത്ത അത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തർക്കവിതർക്കങ്ങളിലേക്ക് പോകാനോ വസ്വാസ് വെച്ചു പുലർത്തി നമ്മുടെ നോമ്പിനെ, അതിന്റെ മഹത്വത്തെ, പ്രാധാന്യത്തെ കളഞ്ഞു കുടിക്കാനോ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാനോ അങ്ങനത്തെ ഒരു രീതി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, ഒരുപാട് ആരാധനകൾ ചെയ്യുന്ന ഒരു കാലമാണ്. ഈ കാലത്തും മനുഷ്യർക്കിടയിലെ മാനസികമായ അകൽച്ച ഉണ്ടാകരുത്. നമ്മൾ ഒരു കർമ്മവും നമ്മൾ സ്വീകരിക്കുക. വിശ്വാസികൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, പരസ്പരം സഹോദരങ്ങളാണ് വിശ്വാസികൾ. പ്രവാചകൻ പറഞ്ഞു, ലാ തബാഗളൂ, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്. വലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ സഹോദരങ്ങളായ അടിമകളാവണം. ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ അല്ലാഹു പഠിപ്പിച്ചതെന്നാണ് സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ, പിൽക്കാലത്ത് വരുന്ന കുറെ നല്ല മനുഷ്യരുണ്ട് ഈ ഉമ്മത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ നല്ല ജനങ്ങൾ. അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബനാ ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. അവസാനിക്കുന്നില്ല, വലിഇഖ്വാനിനാ, വിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. എന്റെ കാര്യം മാത്രമല്ല, എനിക്ക് കുടുംബ ബന്ധമില്ലാത്ത, രക്തബന്ധമില്ലാത്ത, എന്റെ വാപ്പയല്ലാത്ത, മക്കളല്ലാത്ത, ഭാര്യയല്ലാത്ത, ഇണയല്ലാത്ത ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുഅ്മിനിനു വേണ്ടി പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വിശാല മനസ്സ് ഒരു വിശ്വാസിയുടെ സവിശേഷതയാണ് സഹോദരങ്ങളെ. നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് കുഴപ്പമുണ്ട്. നമ്മുടെ ഈമാനിന് കുഴപ്പമുണ്ട്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളോട് എന്റെ മനസ്സിൽ ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാക്കല്ലേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ്. റബ്ബന ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ ദയാപരനാണ്, കാരുണ്യവാനാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? മറ്റൊരു വിശ്വാസിയോടും എന്റെ മനസ്സിൽ റബ്ബേ ഒരു പകയുണ്ടാകരുത്, ഒരു വിദ്വേഷം ഉണ്ടാകരുത്, ഒരു പ്രതികാരം ഉണ്ടാകരുത്. എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്, എല്ലാ വിശ്വാസികളോടും എനിക്ക് സാഹോദര്യമാണ്. ഇതാണ് മുഅ്മിൻ. ഇത് മാത്രമാണ് മുഅ്മിൻ. ഇത് മാത്രമാണ് മുഅ്മിൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാദല്ലാഹു മാ നഖസത സദഖത്തും മിൻ മാൽ, സദഖ ഒരിക്കലും തന്റെ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല. നമ്മൾ സദഖ കൊടുത്താൽ പടച്ചവൻ വേറൊരു വഴിയിലൂടെ നമുക്ക് വർദ്ധനവ് നൽകും. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, തന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരന് വേണ്ടി ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അല്ലാഹു അയാളുടെ പ്രതാപത്തെ, അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്, ഒരാൾ അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ, ഭൂമിയോളം താഴ്ന്നാൽ അല്ലാഹു അവനെ ഉയർത്തും. വേറെ റിവായത്തിൽ കാണാം, അയാളുടെ മനസ്സിൽ അയാൾ സ്വയം വളരെ ഒരു കൊതുകിനേക്കാൾ നിസ്സാരനായി തോന്നുമെന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങളുടെ മനസ്സിൽ അവൻ ഏറ്റവും വലിയവനായിരിക്കും. ഒരഹങ്കാരിയായ മനുഷ്യനോ ഞാനാണ് വലിയ സംഭവം എന്നിങ്ങനെ തോന്നും. എന്നെ കൊണ്ടൊക്കെ നടക്കുന്നത് തോന്നും. പ്രവാചകൻ പറഞ്ഞത്, അഹങ്കാരിക്ക് അയാളുടെ മനസ്സിനാൽ വലിയ സംഭവം, ജനങ്ങളുടെ മനസ്സിൽ ഒരു കൊതുകിന്റെ അത്ര പോലും അയാൾക്ക് വിലയുണ്ടാവൂല. നമ്മൾ സ്വയം താഴേണ്ടവരാണ്, നമ്മൾ സ്വയം വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിലുള്ള പകയും വിദ്വേഷവും എടുത്തു പറിച്ചു കളയേണ്ടവരാണ്. അല്ലേ? സിറാത്ത് മുറിച്ചു കടന്ന മനുഷ്യർ കൻതറയിൽ ഒരുമിച്ച് നിർത്തപ്പെടുന്നതാണ്. നേരെ സ്വർഗത്തേക്ക് പോകൂല. കൻതറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് നിർത്തും. എന്നിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോവാം. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്
ആ കൺതറയിൽ നിൽക്കുന്ന മനുഷ്യരുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ഗില്ലുണ്ടെങ്കിൽ, ഒരു പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അല്ലാതെ എടുത്തു മാറ്റും, എന്നിട്ട് സ്വർഗത്തിൽ കിടത്തും. നോക്കൂ, ഹൃദയം അത്ര ശുദ്ധമായിരിക്കണം. എന്തൊരു വലിയ മെസ്സേജാണ് ഹദീസ് നമുക്ക് നൽകുന്നത്. നോക്കി, എല്ലാ ശഅബാനിന്റെയും പകുതിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശ്വാസികളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാവർക്കും അല്ലാഹു പാപമോചനം നൽകും. വേറെ റിവായത്തിൽ കാണാം, അല്ലാഹു എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ വിശ്വാസികളുടെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തും. എന്നാൽ അല്ലാഹു ചില ആളുകളുടെ അമലുകളെ ഉയർത്തുകയില്ല. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ, ബഹുദൈവ വിശ്വാസിയുടെയും മനസ്സിൽ വിശ്വാസികളോട് ദേഷ്യമോ എതിർപ്പോ പകയോ, എന്നോ സംഭവിച്ചു പോയ ഒരു വാക്കിന്റെ പുറത്ത്, എന്നോ പറഞ്ഞുപോയ ഒരു വാചകത്തിന്റെ പുറത്ത്, എന്നോ തനിക്ക് നേരിട്ട് പോയ ഒരു ചെറിയ പ്രയാസത്തിന്റെ പുറത്ത് ദിവസങ്ങൾ പിന്നിട്ടു, ആഴ്ചകൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ടു, വർഷങ്ങൾ പിന്നിട്ടു, പതിറ്റാണ്ടുകൾ പിന്നിട്ടു, തലമുറ പിന്നിട്ടു, ഞങ്ങളുടെ വാപ്പകാരണന്മാരായിട്ട് ഞങ്ങൾ ഓരോടും ഉണ്ടാറില്ല. എന്തൊരു മോശം നിലപാടാണ്. അതൊരു മുഅ്മിനിന് ചേർന്നതല്ല. സഹോദരങ്ങളെ, നമുക്ക് നേരിട്ടത് യാഥാർത്ഥ്യമായിരിക്കും, നമ്മോട് ചെയ്തത് തെറ്റായിരിക്കും, നമ്മോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, എങ്കിലും നമ്മൾ അഫ്വ് ചെയ്തു കൊടുക്കുക. അതാണ് മുഅ്മിൻ. ഞാൻ പറയുന്നത്, നമ്മൾ രാത്രി നമസ്കാരം നിർവഹിക്കാൻ പോവുകയാണ്, നമ്മൾ നോമ്പെടുക്കാൻ പോവുക, നമ്മൾ ഖുർആൻ ഓതാൻ പോവുക, നമ്മളെ സ്വതക്ക ചെയ്യാൻ പോവുക, നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പോവാണ്. ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വിശ്വാസികളായ സഹോദരങ്ങളോട് മനസ്സിൽ പകയോ വിദ്വേഷമോ പ്രതികാരമോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ആവശ്യമാണ്. നമ്മളെ ഉപദ്രവിച്ചവന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റമദാനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട നാലാമത്തെ കാര്യം ഭക്ഷണത്തിൽ മത്സരിക്കാതിരിക്കുക. ഭക്ഷണം കുറയ്ക്കേണ്ട മാസമാണ് റമദാൻ. നോമ്പുറക്കുമ്പോൾ കുറച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആളുകൾ മത്സരിക്കുകയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും എന്താണ് ഫുഡ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്ളോഗുകളും ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷനുള്ള കുറേയധികം വലിയ ഷെഫുമാരുടെ വീഡിയോ കാണുന്ന സ്ത്രീകളുമാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓർക്ക് ഖുർആനോത്തുണ്ടോ, ഓർക്ക് അസറിനേഷുള്ള അധികാറുകളുണ്ടോ, ഒന്നുമില്ല. പല പല വിഭവങ്ങൾ ഉണ്ടാക്കി നിറത്തി വെച്ച് പലതും വാങ്ങി, ചിലതൊക്കെ ആരോഗ്യ പ്രശ്നമുള്ളതായിരിക്കും. ആവശ്യത്തിനുണ്ടാക്കുക, ആവശ്യത്തിന് കഴിക്കാം. ഭക്ഷണത്തിൽ മത്സരിക്കാനുള്ളതല്ല നോമ്പ്, ആരാധനയിൽ മത്സരിക്കാനുള്ളതാണ്. ആരാധനയിൽ മത്സരിക്കാനുള്ളതാണ്. അല്ലേ? പരലോകത്തെ സ്വർഗത്തിലെ നദിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖിതാമുഹു മിസ്ക്, റഹീഖും മഖ്തൂമുണ്ട് പരലോകത്ത്, മൂടിവെച്ച മുദ്ര വെച്ച പൂന്തേനുകളുണ്ട്. ഖിതാമുഹു മിസ്ക്, അതിന്റെ മുദ്ര എന്താണ്, മൂടി എന്താണെന്നറിയോ, അതിന്റെ സീൽ എന്താണെന്നറിയോ, കസ്തൂരിയാണ്. നല്ല പ്രയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, വഫീ ദാലിക ഫല്യതനാഫിസുൽ മുതനാഫിസൂൻ. കിടമത്സരം നടത്തുന്നവർ അതിനുവേണ്ടി ആ കിടമത്സരം നടത്തേണ്ടത്. സദഖകൾ മത്സരിച്ചു കൊടുക്കണം, ആരാധനകൾ മത്സരിച്ചു കൊടുക്കണം. മത്സരബുദ്ധി ഉണ്ടാണെന്നല്ല, നിയ്യത്ത് നന്നാവണം. പക്ഷെ നമ്മൾ മത്സരിക്കേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാ, നമ്മൾ മത്സരിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ഭക്ഷണത്തിൽ കിടമത്സരം നടത്താനുള്ള മാസമായി ഒറ്റ വാചകത്തിൽ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും. പരിശുദ്ധ റമദാനിൽ നമ്മൾ മാറ്റരുതേ, ആരാധനകൾക്ക് വേണ്ടി നീക്കി വെക്കണേ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അഞ്ചാമത്തെ സംഗതി, ഖുർആനിന്റെ മാസത്തിൽ പോലും ഖുർആനിനെ കൈയൊഴിയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. എല്ലാ ദിവസവും വിശ്വാസിക്ക് ബന്ധമുണ്ടാകേണ്ടത് ഖുർആനിനോടാണ്. ഖുർആനാണ് ഓതേണ്ടത്, ഖുർആനാണ് പഠിക്കേണ്ടത്, വീട്ടിൽ ഖുർആനാണ് പാരായണം ചെയ്യേണ്ടത്. റമദാൻ മാസത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രാധാന്യം കൊടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ജിബ്രീൽ വന്നിട്ട് നബിക്ക് ഖുർആൻ പിന്നെ ഹിഫ്ള് നോക്കി. ഒരു കൊല്ലത്തെ നബി മരിക്കുന്ന വർഷത്തിൽ 2 വട്ടം ഹിഫ്ള് നോക്കി. ഏത് മാസത്തിലെ? റമദാനിലാണ്. താബീകൾ, സലഫുകൾ, അഇമ്മത്തുൽ അർബഅ മാസത്തിൽ 1 or 2 സാധാരണ ഖത്തം തീർക്കുന്നവർ, ഖുർആൻ ഓതി തീർക്കുന്നവർ 3 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടൊക്കെ ഖുർആൻ ഓതി തീർക്കാൻ റമദാനിൽ. തറാവീഹിൽ മാത്രം പലതവണ ഓതി തീർക്കും, അല്ലാതെ വേറെ ഓതി തീർക്കും. നമ്മുടെ നാട്ടിൽ ഖുർആനാണ് മാറ്റിവെച്ച് പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും മൗലിദ് കിതാബുകളിലേക്ക് അഭയം തേടുന്ന ആളുകളായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നു.
അല്ലേ? തറാവീഹ് കഴിഞ്ഞ നാട്ടിലെ പല പള്ളികളുടെയും മിനാരങ്ങളിൽ നിന്ന് മൈക്കുകളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമെന്താ? മങ്കൂസ് മൗലിദിന്റെ വരികളാണ്. സയ്യിദി ഖൈറൻ നബി, സയ്യിദി ഖൈറൻ നബി എന്നിങ്ങനെ കേൾക്കാം. ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. പലയിടത്തും മജ്‌ലിസുൻ നൂറാണ്, പലയിടത്തും തൗബ സദസ്സുകളാണ്. തൗബക്ക് വേണ്ടി ഒരു സദസ്സില്ല. ഒരു മനുഷ്യൻ തന്റെ കുറ്റം അല്ലാഹുവിനോട് എടുത്തുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പടച്ചോനെ പൊറുത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് തൗബ. അതിന്റെ സമയമാണ് സഹോദരങ്ങളെ റമദാൻ. ജീവിതത്തിൽ ഏതെങ്കിലും ചാബല്യ നിമിഷത്തിൽ സംഭവിച്ചു പോയ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന തിന്മയുണ്ടോ? അത് ഏറ്റുപറയേണ്ട സമയമാണ് റമദാൻ. അതിനാണ് തൗബ എന്ന് പറയുന്നത്. എല്ലാ 27-ാം രാവുകളിലും പല പല സലാത്ത് നഗറുകളിലേക്ക് ആളുകൾ വണ്ടിയെടുത്തു പോകുന്ന ഒരു മാസമായി റമദാൻ മാറുകയാണ്. അവസാന 10-ൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ കാണിച്ചു തന്നു. പ്രവാചകന്റെ കുടുംബം പള്ളിയിലെ ഇഅ്തികാഫിരുന്ന മാതൃക കാണിച്ചു തന്നു. പ്രവാചകന്റെ മരണശേഷവും പ്രവാചകന്റെ ഭാര്യമാർ അവസാന 10 മുഴുവൻ പള്ളിയിലെ ഇഅ്തികാഫിരുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളും എങ്ങോട്ടാ പോണേ? പള്ളിയിൽ നിന്നിറങ്ങി പാടത്തേക്ക് പോകുന്നു. എന്താ പേര്? റമദാനിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സഹോദരങ്ങളെ, നോമ്പ് ബാത്തിലാകരുത്. നമ്മൾ എടുക്കുന്ന നോമ്പ് ഫലം കാണാതെ പോകരുത്. അതുകൊണ്ട് പള്ളിയിലേക്കാണ് വരേണ്ടത്. പള്ളി ഖുർആനുമായിട്ടാണ് ബന്ധമുണ്ടാകേണ്ടത്. ശിർക്കും കുഫ്റും കുത്തി നിറച്ച പലതരത്തിലുള്ള റാത്തീബുകളും ഹദ്ദാദും മാറോലകളും മൗലിദ് കിതാബുകളും അല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കി ഖുർആനിന്റെ ആളുകളായി നോമ്പ് കാലത്തെങ്കിലും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ പഠിപ്പിച്ച പ്രത്യേകമായ നോമ്പുകാലത്തെ പ്രാർത്ഥനകൾ എണ്ണപ്പെട്ടതാണ്. ആയിഷ ബീവി നബിയോട് ചോദിച്ചു, നബിയെ, ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? നബി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. ആദ്യത്തെ 10-ൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നവർ അങ്ങനെ ഒരു പ്രാർത്ഥന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ പ്രത്യേക പ്രാർത്ഥിക്കാം അങ്ങനെ അള്ളാന്റെ കാരുണ്യത്തിന് വേണ്ടി. പക്ഷെ അത് ആദ്യത്തെ 10-ന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനയാണെന്ന് പറയുന്നതോടുകൂടി അത് ബിദ്അത്തായി മാറും. ആദ്യത്തെ 10 കാരുണ്യവും, പിന്നത്തെ 10 മഗ്ഫിറത്തും, പിന്നത്തെ 10 നരകമോചനവും എന്ന വേർതിരിവ് പ്രവാചകൻ വേർതിരിച്ച് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ തറാവീഹ് നമസ്കാരങ്ങളുടെ ഇടയിൽ ഉറക്കെ ചൊല്ലുന്ന അദ്കാറുകൾ, ഇത്തരം പ്രത്യേക പ്രാർത്ഥനകൾ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. നമ്മൾ സുന്നത്തുകളിൽ നിന്ന് വഴിമാറി ബിദ്അത്തിന്റെ വഴികളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഖുർആൻ മതി, നമുക്ക് അള്ളാന്റെ കിതാബ് മതി. പ്രവാചകൻ റമദാനിൽ പ്രാധാന്യം കൊടുത്തത് ഖുർആനിനാ. അള്ളാന്റെ സ്വഹാബത്ത്, പ്രവാചകന്റെ സ്വഹാബത്ത് പ്രാധാന്യം കൊടുത്തത് ഖുർആനിനാ. സലഫ് സ്വാലിഹീങ്ങൾ പ്രാധാന്യം കൊടുത്തത് ഖുർആനിനാ. 4 മദ്ഹബിന്റെ ഇമാമുമാർ റമദാൻ മാസത്തിൽ പ്രാധാന്യം കൽപ്പിച്ചത് ഖുർആനിനാ. മൗലിദ് കിതാബിനാകെ 400 കൊല്ലത്തെ പ്രായമുള്ളൂ. കുതുബിയത്തിനാകെ 400 കൊല്ലത്തെ പ്രായമുള്ളൂ. മജ്‌ലിസുൻ നൂറിനാകെ 2.5 പതിറ്റാണ്ടിന്റെ പ്രായമുള്ളൂ. അതിനു മുമ്പ് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഏതാണോ നബി പഠിപ്പിച്ച മതം അതനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നോമ്പുകാലത്ത് പട്ടിണി സഹിച്ച്, ദാഹം സഹിച്ച്, പകലിൽ നോമ്പെടുത്ത് ദീർഘമായി നിന്ന് നമസ്കരിച്ച് ആ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെടുത്തുന്ന ആളുകളായി സഹോദരങ്ങളെ നമ്മൾ മാറിപ്പോകരുത്. ശിർക്കിന്റെ മാർഗങ്ങൾ പരിശുദ്ധ റമദാനിൽ പോലും ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് റമദാൻ 17-ന്റെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ തയ്യാറാവുകയാണ്, നമ്മളിപ്പോ മാനസികമായി ഒരുങ്ങുകയാണ്. റമദാൻ എങ്ങനെയാകണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഒരു ജീവിതത്തെ നമ്മൾ, റമദാനിലെ ജീവിതത്തെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് കടന്നു വരുന്നതാണ് റമദാൻ 17-ഉം. ആ ദിവസത്തിൽ ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള അറവും, ആ ദിവസത്തിൽ പ്രത്യേകമായ ബദർ മൗലിദും ബദർ റാത്തീബുമെല്ലാം നമ്മുടെ പള്ളി മിനാരങ്ങളിൽ ഉയർന്നു കേൾക്കുമ്പോ നമ്മുടെ നാട്ടിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ബദർ കഴിഞ്ഞ് 8 കൊല്ലം ജീവിച്ച പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത, പ്രവാചകന്റെ കാലശേഷം 4 സ്വഹാബത്ത് ഖലീഫമാർ ഭരിച്ച 30 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത, 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് പരിചയമില്ലാത്ത, സലഫുകൾക്കറിയാത്ത ഒരു പുതിയ ആചാരം ബദർ ദിനത്തിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോ ബലിയറുക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്.
ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കേണ്ടത്, അല്ലാഹുവിന് വേണ്ടിയാണ് അറുക്കേണ്ടത്. ഭക്ഷണം സാധാരണ ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്ന കാര്യമില്ല, പറഞ്ഞു ഒരു ആരാധന എന്ന നിലക്കുള്ള അറിവ്. അത് ഉളുഹിയ്യത്ത് പഠിപ്പിച്ചു. ഉളുഹിയ്യത്തിന്റെ അറിവിന്റെ എണ്ണം കുറയും, ബദർ ദിനത്തിന്റെ എണ്ണം കൂടും. കാരണം ബിദ്അത്ത് അത് ഭംഗിയായി ഇവിടെ നടപ്പിലാകും. സുന്നത്തിനോട് ആളുകൾക്ക് സുന്നത്ത് വേണ്ട. ഞാൻ പറയുന്നത് ബദർ ദിനത്തിലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന യുദ്ധം, ബദറിന്റെ രണഭൂമിയിലേക്ക് അബൂജഹൽ വരുമ്പോ കഅബയുടെ കില്ല പിടിച്ച് കഅബയുടെ റബ്ബേ സത്യത്തിന്റെ ആളുകളെ വിജയിപ്പിക്കണേ എന്ന അബൂജഹൽ പ്രാർത്ഥിച്ചത്. അബൂജഹൽ അള്ളാഹിനോടും മരിച്ചുപോയ മഹാത്മാക്കളോടും ലാത്തനോടും വിളിച്ചു പ്രാർത്ഥിച്ചു. അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രവാചകനും സ്വഹാബത്തും രണ്ടുപേരും യുദ്ധം നടന്നു. എന്നിട്ട് അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് സ്വഹാബത്തിന്റെ പേരിൽ ബദർ ദിനം നടത്തി. യാ അഹ്ല ബദരി ശുഹദാ എന്ന് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം. ബദറിലെ ശുഹദാക്കളെ എന്ന് ഒരു മടിയുമില്ലാതെ ശിർക്കിന്റെ വാചകങ്ങൾ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അവിടെ അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കൽപ്പനകളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ശിർക്കിന്റെ വാചകങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഉയർന്നു കേൾക്കുമ്പോ സഹോദരങ്ങളെ, അത്തരം തെറ്റായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ മതി അല്ലേ? റമദാനിലെ ആയത്തുകള് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങി, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങി അല്ലേ? പിന്നെ നിങ്ങൾക്ക് ലൈലത്തുസ് സിയാമി അർറഫസു ഇലാ നിസായിക്കും, നോമ്പിന്റെ മറ്റു നിയമങ്ങളുടെ ആയത്തുകളിലേക്ക് കടക്കുന്നതിനിടയിലെന്ന ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായത്തെന്നറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നോമ്പും പ്രാർത്ഥനയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നോമ്പിന്റെ വിധിവിലക്കുകളും നോമ്പും പറയുന്നതിനിടയിലാണെന്ന് പറഞ്ഞത്. നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രാർത്ഥന കേൾക്കൂല എന്നാണോ? പാപികളും ദോഷികളുമായ ആളുകളെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യൂല എന്നാണോ? എന്റെ എന്നിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഇടയാളന്മാരെ സ്വീകരിക്കണം എന്നാണോ? വലിയന്മാരെയും അമ്പിയാക്കളെയും ഇടയാളന്മാരായി പ്രാർത്ഥിക്കണം എന്നാണോ? അല്ല. അല്ലാഹു പറഞ്ഞു, ഞാൻ അവരുടെ സമീപത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖലിഫുൽ മിആദ്, അല്ലാഹു കരാർ ലംഘിക്കൂല. അതുകൊണ്ട് റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറക്കം എന്നതല്ല നോമ്പ്. നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഉറക്കാണെന്ന് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുബഹ് കഴിഞ്ഞാൽ ഉറക്കാണ്, ഉച്ച കഴിഞ്ഞാൽ ഉറക്കാണ് അല്ലേ, തറാവീഹ് കഴിഞ്ഞാൽ ഉറക്കാണ്. ത്യാഗമാണ് റമദാൻ. ഉറക്കം കുറയ്ക്കേണ്ട ദിവസങ്ങളാണ്. ക്ഷീണമുണ്ടാകും. പക്ഷെ ഒരു മാസം നമ്മളൊരു സഹനത്തിന് തയ്യാറാകുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. ഒരു മാസം നമ്മളൊരു ത്യാഗത്തിന് തയ്യാറാകുന്നു. കർമ്മങ്ങളുടെ ഒരു വസന്തകാലം അല്ലാഹു നമ്മുടെ കയ്യിൽ കൊണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളെ ഇഷ്ടം പോലെ കൂലി തരാന്ന് പറയുമ്പോ നമ്മളതിനെ തട്ടി മാറ്റില്ല വേണ്ടത്. നമ്മളത് ഉപയോഗപ്പെടുത്തണം. രാവിലെ തദ്ക്കാറുകൾ ഉണ്ടാകണം, ഖുർആൻ പാരായണം ഉണ്ടാകണം, ഉറക്കമൊഴിച്ച് ഖുർആൻ ഓതണം. നാളെ പരലോകത്ത് അല്ലാഹുവിനോട് ഖുർആൻ വന്നിട്ട് പറയും, അല്ലാഹുവേ, ഇയാളുടെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ഇയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം നൽകണേ എന്ന് നമുക്ക് വേണ്ടി ആരോരും തുണയില്ലാത്ത വിചാരണയുടെ നാളിൽ പരലോകത്ത് ഖുർആൻ നമുക്ക് വേണ്ടി വാദിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് ഉറക്കം കുറച്ചൊരു ത്യാഗത്തിനും സഹനത്തിനും തയ്യാറാവുക എന്നത് ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. നോമ്പുകാലവും എട്ടാമത്തെ പോയിന്റ് മനസ്സിൽ എഴുതി വെക്കണം. ഫോണിൽ തോണ്ടി തീർക്കരുത് നമ്മൾ. നോമ്പിന്റെ പവിത്രമായ നിമിഷങ്ങളെ, മിനിറ്റുകളെ, മണിക്കൂറുകളെ, ദിവസങ്ങളെ ഫോണിൽ തോണ്ടി തീർത്താൽ 30 നാളുകൾ പെട്ടെന്ന് കടന്നുപോകും. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ അവസരമുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ഒരു അലിഫ് ലാം മീം ഓതാൻ നമുക്ക് കഴിയുമെങ്കിൽ 30 കൂലിയാണ് ഒറ്റ അലിഫ് ലാം മീം. നമുക്ക് മനഃപ്പാടമുള്ള സൂറത്തുകളെങ്കിലും കൈ പണിയെടുക്കുകയാണെങ്കിൽ നാവ് മന്ത്രിക്കട്ടെ. ശരീരം ജോലി ചെയ്യുകയാണെങ്കിൽ നാവ് കൊണ്ട് ഖുർആനിലെ വചനങ്ങൾ ഉരുവിടുക. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട 4 വാക്കുകൾ സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ടിരുന്നോളി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഒരു ദിവസം ഓതിയാൽ അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ കൊട്ടാരണ്ടാക്കി കൊടുക്കുന്നു.
അതുകൊണ്ട് ഫോണിൽ തോണ്ടി തീർക്കുന്ന ദിനരാത്രങ്ങളാവരുത് പരിശുദ്ധ റമദാനിന്റെ രാവും പകലും. ആരാധനകളുടേതാവണം, ഖുർആൻ പാരായണത്തിന്റേതാകണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. റമദാനുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പള്ളികളിലും പലതരത്തിലുള്ള സദഖകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. റമദാൻ കിറ്റിന് നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് 1500 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. പാവപ്പെട്ട ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിയുന്ന ആളുകളെല്ലാം കഴിയുന്നത്ര എണ്ണം നൽകി ആ വിഷയത്തിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ അങ്ങാടി നിന്നൊക്കെ സാധാരണ മഗ്രിബ് ജമാഅത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്ന് നോമ്പുറക്കുന്നവരുണ്ട്. 1300 രൂപയാണ് പ്രാഥമിക നോമ്പ് തുറക്ക് ഇവിടെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അതിലും കഴിയുന്നത്ര ദിവസങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ പുതിയ കാലത്ത് അതിനോട് യോജിച്ച പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയക്ക് നോമ്പ് കാലത്ത് നമ്മൾ കളക്ഷൻ എടുക്കാറുണ്ട്. അടുത്ത ആഴ്ച ജാമിഅ അൽ ഹിന്ദിലേക്കുള്ള കളക്ഷൻ ആയിരിക്കും. ഒന്ന് തയ്യാറായി വരണമെന്ന്, നോമ്പിന്റെ വെള്ളിയാഴ്ച എന്ന നിലക്ക് ഒന്ന് തയ്യാറായി വരണമെന്ന് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ഖുത്ബകളിൽ റമദാൻ കാലത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പുണ്യങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത് റമദാനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. റമദാനിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 8 പോയിന്റുകൾ സൂചിപ്പിച്ചു. 9ാമതായി പറയാനുള്ളത് നോമ്പ് കാലത്തെ നൈറ്റ് ലൈഫുകൾ എന്നുള്ളത് ഒരു പുതിയ ട്രെൻഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു നോമ്പുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പോയി. അപ്പൊ അവിടെ പറയാണ്, അവസാന 10 അവിടെ ഒരു ചന്ത തുറക്കുന്നു. അവിടെ മുസ്ലിമും അമുസ്ലിമും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ പുണ്യങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം സംഗതികളാണ് പുതിയ പുതിയ പ്രവണതകളായി സമൂഹത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ രാത്രി നോമ്പുകാലത്ത് റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുമ്പില്ലാത്ത പുതിയ കൂൾബാറുകൾ, പലതരത്തിലുള്ള ഉപ്പിലിട്ടതും പുതിയ തരത്തിലുള്ള ജ്യൂസുകളും എല്ലാം ലഭ്യമാകുന്ന പുതിയ സ്ഥാപനങ്ങൾ ഓപ്പൺ ആക്കപ്പെടും. എന്നിട്ട് ആളുകൾ ഉറക്കമൊഴിച്ച് ഈ രാത്രി ജീവിതങ്ങൾ ലൈവാക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ വീട്ടിൽ അടങ്ങിയിരുന്ന് ഖുർആൻ ഓതേണ്ട ആളുകളെ വലിച്ചിടച്ച അങ്ങാടിയിലേക്ക് ഇറക്കുക എന്ന് പറയുന്നതിൽ സമൂഹം വിജയിച്ചു. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ റമളാൻ കാലത്തെ രാത്രി ജീവിതം ആരാധനാനിരതമായിരിക്കണം. അത് എന്താ പറയാ, അങ്ങാടികളിൽ തെണ്ടിത്തിരിയാനുള്ളതല്ല. ഞാൻ ആ വാക്ക് ഒരു മോശമായ പ്രയോഗമാണോ എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ കറങ്ങിയടിച്ച്, അങ്ങാടികളിൽ കറങ്ങിയടിച്ച് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ, പ്രത്യേകിച്ച് അവസാന 10 പറഞ്ഞ എന്താ, ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ്. ഒരു രാത്രി കൊണ്ടാണ് 83 കൊല്ലത്തെ അമല് നമുക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഇഅ്തികാഫിരിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഒന്ന് എന്തായിരുന്നു, ലൈലത്തുൽ ഖദർ ആയിരിക്കും. അത് നമുക്ക് കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാകണം. അതിന് തൗഫീഖ് തരണേ എന്ന് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങാടിയിൽ എല്ലാ ചെറുപ്പക്കാരും ഈ വക സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരാഗ്രഹം മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ പിടിച്ചു നിൽക്കണം. ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് പോകാതിരിക്കാൻ കരുതലോടെ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ആരാധനയും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. 10ാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ള അവസാന 10 അതൊരു ഷോപ്പിംഗിന്റെ 10ആയി മാറരുത്. ഷോപ്പിംഗിന്റെ 10ആയി മാറരുത്. നേരത്തെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ തയ്യാറായിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. മിനിമം ലെവലിൽ ചെയ്യാം. നോമ്പ് തുറക്കുന്നത് ടെക്സ്റ്റൈൽസിലാണ്, നോമ്പ് തുറക്കുന്നത് ഫാൻസി കടയിലാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പെരുന്നാളിന് ആവശ്യമായതൊക്കെ ഒരുക്കണം. അതൊക്കെ ഏറ്റവും മിനിമം ലെവലിൽ നമ്മുടെ റമളാനിലെ പ്രധാനപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ
അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അടുത്ത റമദാനിന് ഒട്ടും ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമസ്കാരത്തിൽ ഭക്തി കിട്ടാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്. നമസ്കാരത്തിൽ ഖുശൂ ഇല്ല, തഖ്വയില്ല, ഈമാൻ കിട്ടുന്നില്ല, ചിന്ത പതറിപ്പോവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് നബി പറയുന്ന ഒരു പരിഹാരമാണ്. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, യാത്ര ചോദിക്കുന്നവൻ നമസ്കാരം. ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ അവസാനത്തെ സുജൂദായിരിക്കും എന്ന് കരുതി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് എന്തായാലും ഭക്തി കിട്ടും. എന്നതുപോലെ റമദാനിനെയും കാണാം. ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള അവസാന അവസരമായിരുന്നേക്കാം. റമദാൻ കാലത്ത് ഒരു തവണ ഖുർആൻ ഓതി തീർക്കാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ഇത്. വല്ലാഹു അലം, നമുക്കറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നത് തന്നെയാണ് അതിൽ നമുക്ക് ഏറ്റവും അധികം നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ, പാപങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം രോഗികളായ അല്ലാത്തവരായ ആളുകളുണ്ട്. ഒരു സഹോദരൻ, നമ്മുടെ പള്ളിക്കായിട്ട് സഹകരിക്കുന്ന ഒരാളുടെ സഹോദരന്റെ മകൻ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു കാരുണ്യവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.